അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരീക്ഷ വളരെ അടുത്ത് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് വോയിസിൽ നന്നായി കേൾക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ ബാബാണ് ഫിൽ ഇത്ലാഖ് വ തഖീദ്. ഇത്ലാഖ് തഖീദിൻ്റെ ബാബാണ് അഞ്ചാമത്തേത്. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന പോലെ അനുബന്ധങ്ങളൊന്നുമില്ലാതെ പറയുക. തഖീദ് എന്ന് പറഞ്ഞാൽ അനുബന്ധങ്ങളോടുകൂടി പറയുക. ഷർത്തോ അല്ലെങ്കിൽ മഫ്ഊലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ ഹാല്, ബദൽ, ഇങ്ങനെയുള്ള ധാരാളം അനുബന്ധങ്ങളുണ്ടാവും ഒരു ജുംലയ്ക്ക്. അപ്പോൾ അനുബന്ധങ്ങളോടുകൂടി പറയേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അനുബന്ധങ്ങളില്ലാതെ വളരെ ഫ്രീ ആയിട്ട് നോർമലായിട്ട് പറയേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളും പരിഗണിക്കുക എന്നുള്ളത് നമ്മളുടെ ഇൽമുൽ മാനിയുടെ കാരണം അനുബന്ധങ്ങൾ നൽകേണ്ട സന്ദർഭങ്ങളിൽ അത് നൽകണം, അത് ഒഴിവാക്കേണ്ട സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കണം. അപ്പോൾ അത് മാറിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്ദർഭത്തിന് വിരുദ്ധമായി മാറും. നമുക്ക് നോക്കാം. ഇദഖ്തസറ ഫിൽ ജുംലത്തി ഈ ജുംലയിൽ പരിമിതപ്പെടുത്തപ്പെട്ടാൽ അലാ ദിക്രിൽ മുസ്നദി വൽ മുസ്നദി ഇലൈഹി, മുസ്നദ് ഇലൈഹിയുടെ വിഷയം മാത്രമാണ്, മുസ്നദ് ഇലൈഹിയുടെ പരാമർശം മാത്രമേ ഉള്ളൂ ജുംലയിൽ ഉള്ളത് എങ്കിൽ ആണ് അതിൻ്റെ അർത്ഥം. മുസ്നദിയുടെ പരാമർശത്തിൽ ജുംലയിൽ അത് പരിമിതപ്പെടുത്തപ്പെട്ടാൽ ഫൽ ഹുക്മു മുത്ലഖുൻ, അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു നിരുപാധികം ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് അവിടുത്തെ ആ ഒരു ജുംലയുടെ ഒരു ആശയം ഉണ്ടല്ലോ, ആ ആശയം ഉപാധികളില്ലാത്തതായിരിക്കും, അനുബന്ധരഹിതമായിരിക്കും, ഉപാധിരഹിതമായിരിക്കും. വൈദാ സീദ അലൈഹിമ ഷൈഉൻ മിമ്മാ യതഅല്ലഖു ബിഹിമ, ഇനി ഈ മുസ്നദ് ഇലൈഹിയിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അനുബന്ധമായി ചേർക്കപ്പെട്ടാൽ, വർദ്ധിപ്പിക്കപ്പെട്ടാൽ, ഔ ബി അഹദിഹിമ, അല്ലെങ്കിൽ രണ്ടിനോടും ബന്ധപ്പെട്ട ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒന്നിനോട് ചേർക്കപ്പെട്ടാൽ ഫൽ ഹുക്മു മുഖയ്യദുൻ, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് അനുബന്ധം സ്വാഭാവികമാണ്, അല്ലെങ്കിൽ അനുബന്ധം നിറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് നിൽക്കുന്നവനാണ്. അത് മുസ്നദിലേ മാത്രമേ ഉള്ളൂ. അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മുത്തലഖാണ്. എന്ന് പറഞ്ഞാൽ വേറെ ഉപാധികളൊന്നുമില്ല, സെയ്ദ് നിൽക്കുകയാണ്. നേരെ വെച്ച് സെയ്ദുൻ ഖായിമുൻ ഫി സൂഖി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അനുബന്ധം കൂടി വന്നു. അതായത് സെയ്ദ് മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് എന്നുള്ള അനുബന്ധം, അപ്പോൾ അവിടെ ഖായിമിന് ഒരു ഖൈദോട് കൂടിയാണ് അവിടെ മുസ്നദ് ഇലൈഹി. അല്ലെങ്കിൽ സെയ്ദുനിൽ ആലിമു ഖായിമുൻ ഫി സൂഖി എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ, ആലിമായ സെയ്ദ് മാർക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പം മുസ്നദിനോടും മുസ്നദ് ഇലൈഹിയോടും ഖൈദ് വന്നിരിക്കുന്നു. ചിലപ്പോൾ മുസ്നദിനോട് മാത്രം, ചിലപ്പോൾ മുസ്നദ് ഇലൈഹിയോട് മാത്രം. ഏതായാലും ഇവിടെ ഖൈദോട് കൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരാം, ഖൈദില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് വരാം. ഇത് രണ്ടും ജുംലകളുടെ ഒരു സ്വാഭാവികമായ അവസ്ഥകളാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. വൽ ഇത്ലാഖ് യകൂനു ഹൈസു, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ. മുസ്നദിലേക്ക് മാത്രം പറയുമ്പോൾ അവിടെ ആ ഒരു വിവരം, അവിടെ ജുംലയിലൂടെ നാം കൈമാറുന്ന ആ ആശയം, ആ വിവരം, അത് വളരെ മറ്റൊരു നിബന്ധനകളും ഇല്ലാത്ത, അനുബന്ധങ്ങളും ഇല്ലാത്ത ഒരു വിവരമായിരിക്കും. മുസ്നദ് ഇലൈഹിയോട് രണ്ടിനോടും ചേർന്നോ, അല്ലെങ്കിൽ ഒന്നിനോട് ചേർന്ന് എന്തെങ്കിലും അനുബന്ധം വന്നാൽ ആ ഒരു വിവരം അത് അനുബന്ധം ഉള്ളതായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇത്ലാഖ് യകൂനു അതായിരിക്കും. ഹൈസു ലാ യതഅല്ലഖുൽ ഗറദു, ലക്ഷ്യം ഉണ്ടാവുകയില്ല. ബി തഖീദിൽ ഹുക്മി, ഈ വിവരത്തെ, ഹുക്മിനെ ബന്ധിപ്പിക്കണമെന്ന്, ബിവജ്ഹി മിനൽ വുജൂഹി, ഏതെങ്കിലും ഒരു രൂപത്തിൽ. അപ്പോൾ ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഈ പറയുന്ന വിവരത്തെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു അനുബന്ധം കൊടുക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടാവുകയില്ല. ലിയദ്ഹബ സാമിഉ ഫീഹി കുല്ല മദ്ഹബിൻ മുംകിനി, അതിൻ്റെ ഒരു പ്രധാന ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ലിയദ്ഹബ സാമിഉ ഫീഹി, കേൾക്കുന്ന ആൾ ചിന്തിക്കട്ടെ, കുല്ല മദ്ഹബിൻ മുംകിനിൻ, സാധ്യമാകുന്ന എല്ലാ വഴികളിലും. അപ്പം സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണെന്ന് പറയുമ്പോൾ അത് എവിടെ ആണ് നിൽക്കുക, അത് അവൻ പറ്റുന്ന പോലെയൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ അവൻ സ്വന്തം ആലോചിക്കട്ടെ. പള്ളിയിലോ, വീട്ടിലോ, ചന്തയിലോ. അതേപോലെ തന്നെ സെയ്ദ്, ഏത് സെയ്ദാണ്, പണ്ഡിതനായ സെയ്ദാണോ അല്ലെങ്കിൽ അറിവില്ലാത്ത സെയ്ദാണോ, ഇതൊക്കെ അവൻ്റെ മനസ്സിൽ സാധ്യമാകുന്നത് പോലെയൊക്കെ അവൻ ചിന്തിക്കട്ടെ എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇത്ലാഖിൻ്റെ രൂപം. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേൾക്കുന്ന ആൾ, അയാൾ ചിന്തിക്കാവുന്നതിൻ്റെ, അല്ലെങ്കിൽ അയാൾക്ക് ഇമാജിനേറ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ, അയാൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ പരമാവധി അയാൾ കൊണ്ടുവരട്ടെ. അങ്ങനെ
ഒരു സ്വതന്ത്രമായ രൂപത്തിലുള്ള ഒരു പറച്ചിലാണ് ഇത്ലാഖ്. വൽ തഖീദ് ഹൈസു യതഅല്ലഖുൽ വറദു, നേരെ വിപരീതമാണ്, മറുവശമാണ് നാണയത്തിൻ്റെ. ലക്ഷ്യം ഉണ്ടാകും ബി തഖീദിഹി, ഈ എന്താ വിവരത്തിന് അഥവാ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു അനുബന്ധം നൽകണം, ബിവജ്ഹിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ഒരു രീതിയിൽ. ലൗലം യുറാ, അത് പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ തഫൂത്തുൽ ഫായിദത്തുൽ മത്ലൂബ, ഉദ്ദിഷ്ട പ്രയോജനം നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ പ്രത്യേകമായ അനുബന്ധം ഇവിടെ കൊടുത്തില്ല എങ്കിൽ ആ കലാമിലൂടെ ഉദ്ദേശിക്കുന്ന പ്രയോജനം അവിടെ ലഭ്യമാവുകയില്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇപ്പോൾ സെയ്ദ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ സെയ്ദുൻ ആലിമുൻ ഫി സൂഖി എന്ന് പറയണം, അല്ല സെയ്ദുൻ ഖായിമുൻ ഫി സൂഖി എന്ന് പറയണം. അപ്പം സെയ്ദ് എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ സെയ്ദുൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞൂടാ, വീട്ടിലാണോ മാർക്കറ്റിലാണോ അതല്ല പള്ളിയിലാണോ. അപ്പോൾ സെയ്ദുൻ ഖായിമുൻ ഫി സൂഖി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, മാർക്കറ്റിലാണ് എന്നുള്ള വിവരം അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ അതവിടെ ഉദ്ദേശമാണ്. മാർക്കറ്റ് എന്നുള്ളത് അവിടെ മാർക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അവിടെ പ്രത്യേകമായി അവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫിസൂഖി എന്ന അനുബന്ധം അവിടെ കൊടുത്തില്ല എങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രയോജനം അവിടെ നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഇത്ലാഖ് തഖീദിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത്. വലിയ തഫ്സീൽ ഹാദൽ ഇജ്മാലി നഖൂലു. അപ്പോൾ ഇത്ലാഖ് തഖീദിൻ്റെ ആമുഖം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ വിവരണത്തിലേക്ക് നമുക്ക് കിടക്കാം. നാം പറയട്ടെ, ഇന്ന തഖീദ് യകൂനു ബിൽ മഫായിലി, ഇവിടെ അനുബന്ധം നൽകുക എന്ന് പറഞ്ഞാൽ അത് മഫ്ഊലുകളെ കൊണ്ട്, വനഹവിഹ അതുപോലുള്ള ഹാല് അതുപോലുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കൊടുക്കാം. നവാസിഹ് അതുപോലെ നവാസിഹ് കൊണ്ട്, അഥവാ കാന സാറ, അതുപോലെ ഇന്ന അന്ന, അതുപോലെ ലന്ന ഖവാത്തുഹ, കാദ അസാക്കാദ കറുബ ഉഷക്ക മാല, ഇങ്ങനെയുള്ള ധാരാളം നവാസിഹുകൾ. വഷർത്തി വന്നഫി വത്തവാബി വഗൈരി ദാലിക. ഷർത്തും നഫിയൊക്കെ നമുക്കറിയാം, തവാബി നമുക്കറിയാം, സിഫത്ത് മൗസൂഫ്, ബദൽ മുബദൽ മിൻഹു, താക്കീദ് മുഅക്കദ് മിൻഹു, അത്ഫു മാതുഫ് അലൈഹി, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് തഖീദ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിനും പ്രയോജനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ മഫ്ഊലുകളെന്ന് പറഞ്ഞാൽ വനഹബുഹ അതുപോലുള്ളത്, ഫതഖീദ് ബിഹ അതുകൊണ്ട് കൈത് കൊടുക്കുന്ന യകൂനുൽ ബയാനി നൗഇൽ ഫിഅലി, ഫിഅലിൻ്റെ. അപ്പോൾ മഫ്ഊൽ നമുക്കറിയാം, മഫ്ഊൽ ബിഹി ഉണ്ട്, മഫ്ഊൽ ലഹു ഉണ്ട്, മഫ്ഊൽ മുത്ലഖ് ഉണ്ട്, അതുപോലെ തന്നെ മഫ്ഊൽ മഅയുണ്ട്. അപ്പോൾ ഇങ്ങനെ മഫ്ഊലുകളുടെ വിഭാഗങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ ഈ മഫ്ഊലുകളെ കൊണ്ട് കൈത് കൊടുക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ്? ലി ബയാനി നൗഇൽ ഫിഅലി, ഒന്നുകിൽ ഫിഅലിൻ്റെ വിഭാഗം അറിയാം, ഏത് ഫിഅൽ ഈ പറയപ്പെട്ടതുപോലെ ലാസിമാണോ മുത്താദിയാണോ, ഔമാ വഖഅ അലൈഹി, അല്ലെങ്കിൽ എന്താണ് ഈ ഫിഅൽ ആരിലാണ് സംഭവിച്ചത് എന്നറിയാം, ഔ ഫീഹി, അല്ലെങ്കിൽ എവിടെയാണ് സംഭവിച്ചതെന്നറിയാം. അപ്പം ആരുടെ മേലാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് മഫ്ഊൽ ബിഹിയാണ്. ഔ ഫീഹി, അല്ലെങ്കിൽ എവിടെയാണ് സംഭവിച്ചത് അത് മഫ്ഊൽ ഫീഹിയാണ്. ഔ ലി അജലിഹി, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇത് സംഭവിച്ചത്, എന്തിനു വേണ്ടിയാണ് സംഭവിച്ചത്, അത് മഫ്ഊൽ ലഹു ആണ്. ഔ ബി മുഖാറനതിഹി, അല്ലെങ്കിൽ എന്താണ് ഇത് ആരോട് ചേർന്നാണ് വന്നിരിക്കുന്നത്, അത് മഫ്ഊൽ മഅയാണ്. ഔ ബയാനിൽ മുബ്ഹമി മിനൽ ഹൈഅത്തി അവി ദാത്തി. അപ്പോൾ ഇത്രയും മഫ്ഊലുകളുടെ വിശദീകരണമാണല്ലോ പറഞ്ഞത്. മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ ലഹു, മഫ്ഊൽ മഅഹു. പിന്നെ ബയാൻ നൗഇൽ ഫിഅലി, ഫിഅലിൻ്റെ നൗഇനെ വിശദീകരിക്കാൻ വേണ്ടി അത് മഫ്ഊൽ മുത്ലഖാണ്, ലറബ്തു ദർബൻ. ചുരുക്കത്തിൽ മഫ്ഊലുകളുടെ പ്രയോജനങ്ങൾ, മഫ്ഊലുകളുടെ എന്താണ് പ്രയോജനം, അതാണ് മഫ്ഊലിൻ്റെ കൈത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. ഔ ബയാനിൽ മുബ്ഹമി മിനൽ ഹൈഅത്തി അവി ദാത്തി, എന്താണ് ഒരു സത്തയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് അവ്യക്തമായതിനെ വിശദീകരിക്കുക എന്നുള്ളതും ഇവിടെ മഫ്ഊൽ പോലുള്ള ഹാലിൻ്റെ പ്രയോജനമാണ് പറയുന്നത്. ഔ ബയാനി ആദമി ഷുമൂലിൽ ഹുക്കുമി, അല്ലെങ്കിൽ ഹുക്കുമിൻ്റെ അതിൻ്റെ ഒരു വ്യാപകത്വം, അത് വ്യാപകമാണെന്നുള്ളതിൻ്റെ അത് ഇല്ല എന്ന് വിശദീകരിക്കാൻ വേണ്ടി. ഹുക്കുമ് വ്യാപകമല്ല. അപ്പോൾ ലറബ്തു സെയ്ദൻ എന്ന് പറയുമ്പോൾ സെയ്ദിനെയാണ് അടിച്ചത്, വേറെ എല്ലാവരെയും ഞാൻ അടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശം അവിടെ ഉണ്ട്. അതാണ് ബയാനി ആദമി ഷുമൂലിൽ ഹുക്കുമി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നത് മഫ്ഊലുകൾ, ഹാലുകൾ അതൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നമുക്ക് അതിൻ്റെതായ പ്രയോജനങ്ങൾ നമുക്ക് ആ ജുംലയിൽ ലഭിക്കും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞുള്ളൂ. ഈ 3 വരിയിൽ പറഞ്ഞത് വലിയ വിഷയങ്ങളൊന്നുമല്ല, വളരെ ചെറിയ വിഷയങ്ങളാണ്. അഥവാ ഈ മഫ്ഊല് അതുപോലെ ഹാല് പോലുള്ളതൊക്കെ വരുമ്പോൾ മഫ്ഊലിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് നമുക്കവിടെ ലഭിക്കും. ഹാലായിട്ട് വരുമ്പോൾ എന്താണ് അവിടെ ആ ജാനി സെയ്ദുൻ റാക്കിബൻ, സെയ്ദ് വന്നു എന്ന് പറയുമ്പോൾ സെയ്ദ് വന്നു എന്ന് കൊടുത്തു. അപ്പോൾ റാക്കിബ് എന്ന് പറയുമ്പോൾ ഹാല് പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താണ് അവിടെ മറഞ്ഞ ഒരു അവസ്ഥ നമുക്ക് അവിടെ വ്യക്തമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് റാക്കിബൻ എന്ന് പറയുന്ന
ആ ഹാലിൻ്റെ പ്രയോജനം. ചുരുക്കത്തിൽ വതക്കൂനുൽ ഖുയൂദ് മഹത്തൽ ഫായിദത്തി. ഇപ്പുറത്തെ പേജിലേക്ക് വരാം. ഇവിടെ ഈ പറയപ്പെട്ട അനുബന്ധങ്ങളെല്ലാം അത് പ്രയോജനത്തിൻ്റെ അതൊരു കേന്ദ്രങ്ങളായിരിക്കും. അതായത് ഓരോരോ പ്രയോജനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഓരോരോ ഖൈദുകൾ ഇവിടെ പറയുക എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വൽ കലാമു ബിദൂനിഹ കാദിബൻ ഔ ഗൈറ മഖ്സൂദിൻ ബിദാത്തി. അപ്പോൾ എന്താണ്, ഈ ഖൈദുകളില്ലാതെ സംസാരിച്ചാൽ അത് ഒരുപക്ഷെ ഒരു വ്യാജ വർത്തമാനമോ അല്ലെങ്കിൽ എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായ വൈഡായ മറ്റൊരു കലാമായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ആശയം കിട്ടാതെ കലാം അപൂർണമായി തീരുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മഫ്ഊലുകൾ പറയുന്നത്, ഹാല് പറയുന്നത് അതിൻ്റെ ഒരു പ്രയോജനം ആ ജുംലയിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ മഫ്ഊല് അല്ലെങ്കിൽ ഹാല് പറഞ്ഞില്ല എങ്കിൽ ആ കലാമിലൂടെ ആ ലക്ഷ്യം ഉദ്ദേശിക്കുന്നു, പക്ഷേ ആ ലക്ഷ്യം കിട്ടാതെ വരുമ്പോൾ ആ കലാമ് പറയുന്ന ആളുടെ എഴുതുന്ന ആളുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി വരുന്നു. ഉദാഹരണം വമാ ഖലഖന സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാം സൃഷ്ടിച്ചിട്ടില്ല, വമാ ബൈനഹുമ രണ്ടിനും ഇടയിലുള്ളതിനെ ലാഇബീന ഒരു വിനോദത്തിന് വേണ്ടി എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ലാഇബീന എന്നുള്ള ഹാല് അതിന് കൃത്യമായ ഒരു ഒരു പർപ്പസ് ഉണ്ട്, കൃത്യമായൊരു പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വമാ ഖലഖന സമാവാതി വൽ അർളി, ആകാശഭൂമികൾ. അപ്പം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ മഫ്ഊല് ബിഹിയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി ഒരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഏതെങ്കിലും സൃഷ്ടിപ്പല്ല, ആകാശഭൂമികൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പാണ് ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. പിന്നെ ലായിബി എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിപ്പ് വെറുതെ ഒരു വിനോദത്തിനോ കളിതമാശയ്ക്കോ അല്ലെങ്കിൽ വെറുതെ ഒരു നേരം പോക്കിനോ അല്ല എന്ന കൃത്യമായ അതായത് കൃത്യമായ ഒരു അജണ്ട ബേസ്ഡ് ആണ് നമ്മളുടെ ഈ ലോകത്തിൻ്റെ ക്രിയേഷൻ എന്ന് ഇതിലൂടെ അല്ലാഹു തആല ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സമാവാതി വൽ മഫ്ഊല് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, അതിൽ ലായിബിൻ എന്ന ഹാല് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ജുംല അതൊരു അപൂർണമോ അല്ലെങ്കിൽ ഒരു നിർജീവമോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ അവിടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയത്തെ അവിടെ പ്രതിനിധീകരിക്കാത്ത ഒരു അപൂർണ അല്ലെങ്കിൽ ലക്ഷ്യവിരുദ്ധമായ ഒരു ജുംലയായി മാറുകയോ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ വമ നവാസിഖു ഫത്തഖീദു ബിഹ. ഇവിടെ നവാസിഖ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ കാന സാറാസ്, അതാണ് ഏറ്റവും നവാസിഖിൻ്റെ കൂടുതൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ ഇന്ന തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് പ്രയോജനങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഫത്തഖീദു ബിഹ അതുകൊണ്ട് കൈത് കൊടുക്കുന്നത് യകൂനുലിൽ അഗ്റാലില്ലത്തി, അതൊരു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലത്തി തുഅദ്ദിഹ മആനി അൽഫാദി നവാസിഖി, നവാസിഖിൻ്റെ പദങ്ങളുടെ ആശയങ്ങൾ നിർവഹിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ക്ലിയർ അല്ലേ? അഥവാ നവാസിഖിൻ്റെ കാനയാകട്ടെ, സാറയാകട്ടെ, അസ്ബഹയാകട്ടെ, ഇന്നയാകട്ടെ, അന്നയാകട്ടെ, ലന്നയാകട്ടെ, അതിൻ്റെ സഹോദരിമാരാകട്ടെ, അതിനൊക്കെ ആ പദങ്ങൾക്ക് ഓരോരോ ആശയങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്തമാണ്. സമാനമായതുണ്ട്, വ്യത്യസ്തമായതുണ്ട്, സമാന്തരമായതുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതാണ് ഈ നവാസിഖ് കൊണ്ട് കൈത് കൊടുത്താലുള്ള പ്രയോജനം. കൽ ഇസ്മിറാരി, ഇസ്മിറാർ അറിയാലോ, തുടർച്ചയായി സംഭവിക്കുന്ന ഒരു പ്രതീതി. അവൽ ഹിക്കായതി അനി സമനി ഫി കാന, അല്ലെങ്കിൽ കാനയിലുള്ള സമനിനെ അറിയിക്കാൻ വേണ്ടി കാന ആയിരുന്നു. വ തൗഖീതി ബി സമനിൻ മുഅയ്യനിൻ ഫി ലല്ല വ ബാത്ത വ അസ്ബഹ വ അംസ വ ദഹ, ഈ ഫീലുകളിലൊക്കെ ഒരു നിശ്ചിതമായ സമയവുമായി അതിനെ ബന്ധിപ്പിക്കുകയാണ്. ലല്ല, ബാത്ത രാത്രി, പകൽ, രാവിലെ, സായാഹ്നം, ഇങ്ങനെ ലുഹ സമയം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അസ്ബഹ സെയ്ദുൻ ഖനിയൻ, സെയ്ദ് പ്രഭാതത്തിൽ സമ്പന്നനായി, വംസ ഫഖീറൻ, വൈകുന്നേരം അവൻ പാവപ്പെട്ടവനായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സമയവുമായി ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ കാനയുടെ ആയിരുന്നു എന്ന ഒരു മീനിങ് വരിക. അതുപോലെ ബി ഹാലത്തിൻ മുഅയ്യനത്തിൻ ഫി ദാമ, ദാമയിലാണെങ്കിൽ ഒരു നിശ്ചിത അവസ്ഥയിൽ അതിനെ ബന്ധിപ്പിക്കുക. അതായത് മാദാമ സെയ്ദുൻ ആലിമൻ, സെയ്ദ് ആലിമായിരിക്കുമ്പോഴെല്ലാം അവൻ മുത്തഖിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ബന്ധിപ്പിക്കുക. വൽ മുഖാറബത്തി ഫി കാദ വ കറുബ വ ഉഷക്ക, ഇവിടെയൊക്കെ മുഖാറബയുടെ അർത്ഥം കിട്ടും. കാദ കറുബ ഉഷക്കയിൽ അല്ലേ, അസല്ലാഹു അയ്യത്തിയനി ബിഹിം ജമിയ, അള്ളാഹു താല അവരെല്ലാവരെയും എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൊണ്ടുവരാനും അള്ളാഹുവിന് കഴിവുണ്ട്. വൽ യഖീനി ഫി വജദ വ അൽഫ വ ദറ വ തഅല്ലമ വ ഹലുമ്മ ജറ, വഹലുമ്മ ജറ വേറെയാണ്. അപ്പോൾ വജദ അൽഫ ദറ തഅല്ലമയിലൊക്കെ ഒരു യഖീൻ്റെ മീനിങ് അവിടെ കിട്ടുന്നുണ്ട്. അതായത് ഉറപ്പായും എന്നുള്ളൊരു മീനിങ്. ചിലതിൽ ഷക്കിൻ്റെ മീനിങ് ഉണ്ട്. വഹലുമ്മ ജറ അങ്ങനെ മനസ്സിലല്ലേ, അതാണ് വഹലുമ്മ ജറയുടെ അർത്ഥം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ
കാനയാകട്ടെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാകട്ടെ, ലല്ലയാകട്ടെ അതിൻ്റെ ലന്നയാകട്ടെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാകട്ടെ, ഇതിനൊക്കെ അതിൻ്റെതായ ചില അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഫൽ ജുംലത്തു ഫി ഹാദാ തനാഖുദു മിനൽ ഇസ്മി വൽ ഖബരി ഔ മിനൽ മഫ്ഊലൈനി ഫഖത്ത്. അപ്പോൾ ഇവിടെ നവാസിഖിൽ നമുക്കറിയാം ജുംലയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്. ഇസ്മ ഖബർ ആണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ഫിഅലുകൾക്ക്, ഈ ഹർഫുകൾക്ക് ഒരു ഇസ്മ ഉണ്ടാകും, അതിന് ഖബർ ഉണ്ടാകും. ഔ മിനൽ മഫ്ഊലൈനി ഫഖത്തിൽ 2 മഫ്ഊലായിട്ടാണ് ഉണ്ടാകുക. ഫൈദാ ഖുൽത ലനന്തു സൈദൻ ഖായിമൻ, സെയ്ദിന് നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഫമാനാഹു സെയ്ദുൻ ഖായിമുൻ അലാ വജ്ഹിൽ ലന്നി എന്നാണ് അർത്ഥം. അഥവാ ഒരു ധാരണാരൂപത്തിൽ സെയ്ദ് നിൽക്കുകയാണ് എന്ന് അർത്ഥം. ക്ലിയർ ആയില്ലേ? ഇതാണ് നവാസിഖിൻ്റെ പ്രയോജനങ്ങൾ, നവാസിഖിൻ്റെതായ ഒരു വൈബ്, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വമ്മ ഷർത്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ഫതഖീദു ബി യകൂനുലിൽ അഗ്റാദിലത്തി തുവദ്ദിഹ മആനി അദവാത്തി ഷർത്തി. ഷർത്തിന് പല അക്ഷരങ്ങളുണ്ട്. പല ഷർത്തിൻ്റെ അക്ഷരങ്ങളും പല രൂപത്തിലുള്ള അർത്ഥങ്ങളാണ് വരിക. അപ്പോൾ ഷർത്തിൻ്റെ അക്ഷരങ്ങളുടെ ആശയങ്ങൾ നിർവഹിക്കുന്ന ചില ലക്ഷ്യങ്ങളാണ്. അതിനു വേണ്ടിയാണ് ഷർത്ത് വരുന്നത്. സമാനി ഫി മത്ത വയ്യാന. മത്ത അയ്യാന എന്ന അക്ഷരത്താണ് സമാനിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ്, പറയാൻ വേണ്ടിയാണ്. സമാനിൻ്റെ ഷർത്താണ്. വൽ മക്കാനി ഫി ഐന വ അന്ന വ ഹൈസുമ. ഇതിലൊക്കെ മക്കാനിൻ്റെ ഒരു ഷർത്തിൻ്റെ മീനിങ്ങാണ് വരിക. വൽ ഹാലിഫി കൈഫമയിലെ ഹാലിൻ്റെ ആണ്. അപ്പോൾ കൈഫമ തീ ആത്തി അല്ലേ, നീ എങ്ങനെയാണ് വരുന്നത് ഞാൻ അങ്ങനെ വരാം. അപ്പോൾ ഒരു ഹാലാണ് അവിടെ. വൈസ്തിഫാവ് താലിക്കാവ് തഹഖീഖുൽ ഫർഖ് ബൈനൽ അദവാത്തി യുദ്കർ ഫി ഇൽമിൻ നഹവി. ഈ ഇൽമുൽ മാനിയുടെ മുഴുവൻ ബാബുകളും ഏകദേശം നഹവുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഷർത്തിൻ്റെ അക്ഷരങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വളരെ ആഴത്തിലുള്ള വിശകലനം അത് ഇൽമുൻ നഹ്വിലാണത് ചർച്ച ചെയ്യപ്പെടുക. വൈനമ യുഫറഖു ഹൗന ബൈന ഇൻ വൈദ വലൗ. ഇൻ ഇദാ ലൗ ഈ 3 അക്ഷരങ്ങൾക്കിടയിലുള്ള വ്യത്യാസം ഇവിടെ സാന്ദർഭികമായി ഉണർത്തട്ടെ. ലിഖ്തിസാസിയ ബി മസായ തുഅദ്ദു മിൻ വജൂഹിൽ ബലാഗ. ബലാഗത്തിൻ്റെ രൂപത്തിൽ വളരെ സുപ്രധാനമായ ചില സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതിനാൽ ഇൻ ഇദാ ലൗ എന്നതിനെപ്പറ്റി മാത്രം ഒരു ചെറിയ ഒരു വിശദീകരണം നൽകി നമുക്കിവിടെ എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാമെന്ന് പറയുകയാണ്. അല്ലാതെ ഷർത്തിൻ്റെ മുഴുവൻ അക്ഷരങ്ങളെക്കുറിച്ചുമുള്ള ഒരു പൂർണ്ണമായ ഒരു വിശകലനം, അതിനുള്ള സ്ഥാനം ഇവിടെയല്ല, അത് ഇൽമുൻ നഹ്വിലാണെന്ന് പറയുകയാണ്. ഫൈൻ വൈദ. ഇനി പുറത്തെ പേജിലേക്ക് കിടക്കാം. 59. ഫൈൻ വൈദ അലി ഷർത്തി ഫിൽ ഇസ്തിഖ്ബാലി. ഇന്നും ഇതായും ഒരു ഇസ്തിഖ്ബാലിൻ്റെ ഷർത്തിന് വേണ്ടിയാണ്. വലൗ ലൗ എന്നുള്ള ഷർത്തി ഫിൽ മുളിയി, മാലിയിലുള്ള ഷർത്തിന് വേണ്ടിയാണ്. വലസുരു ഫിൽ ലഫ്ലി. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻ ഇതായെ പറ്റി പറയാനുള്ള ആമുഖം, ലൗവിനെ പറ്റി പറയാനുള്ള ആമുഖം. അപ്പോൾ വൽ അസ്ലുഫിൽ ലഫ്ലി. അപ്പോൾ ഒരു പദത്തിൻ്റെ അടിസ്ഥാനം അയ്യത്ബാൽ മാന മാനയോട് ലഫ്ലിൻ്റെ അടിസ്ഥാനം മാനയോട് അത് തുടരുക എന്നുള്ളതാണ്. ശരിയല്ലേ? ഒരു ലഫ്ല് അതിനെ മാനയും തമ്മിൽ പൂർണ്ണമായ ഒരു പൂരകമായിരിക്കണം, പൂർണ്ണമായ ഒരു യോജിപ്പായിരിക്കണം അല്ലേ? അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ഫേക്കൂന് ഫേലൻ മുലാരിയാൻ മാ ഇൻ വൈദ. അതുകൊണ്ട് തന്നെ ഇൻ ഇതയോടൊപ്പം മുലാരിയ ഫേലായിരിക്കും. മാലിയൻ മാ ലൗ, ലൗവിനോടൊപ്പം മാലിയായിരിക്കും. കാരണം മാലിയുടെ ഷർത്തിന് വേണ്ടിയാണ് ലൗ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരു മാലിയുടെ ഷർത്തിന് വേണ്ടി ലൗ നിശ്ചയിക്കപ്പെടുമ്പോൾ മാലി തന്നെ ആയിരിക്കണം അതിനോട് ചേർന്ന് വരേണ്ടത്. അതുപോലെ മുസ്തഖ്ബിൽ ഷർത്തിന് വേണ്ടി ഇൻ ഇതായി നിശ്ചയിക്കപ്പെടുമ്പോൾ മുസ്തഖ്ബിലായിരിക്കണം അതിനോട് ചേർന്ന് വരേണ്ടത്. അതാണ് ലഫ്ലും മാനയും തമ്മിൽ ഒരു പൂരകമായിരിക്കണമെന്നാണ് വൽ അസ്ലു ഫിൽ ലഫ്ലി അയ്യത്ബാൽ മാനയുടെ അർത്ഥം. നഹു വൈ യസ്തഗീസു, അവർ സഹായം തേടിയാൽ നരകവാസികൾ, യുവാസു അവരെ സഹായിക്കപ്പെടും. ബിമാഇൻ കൽ മുഹ്ലി, വെള്ളം കൊടുത്ത് സഹായിക്കും. കൽ മുഹ്ലി, ഇതേപോലെ കൽ മുഹ്ലി വളരെ ഈ ലോഹം ഉരുക്കിയ അതുപോലെയുള്ള വെള്ളം എന്ത് ചെയ്യുക, അവർക്ക് നൽകപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ കഹ്ഫ് 29 അപ്പോൾ ഈ യസ്തഗീസു അവർ സഹായം തേടിയാൽ, മുസ്തഖ്ബിലാണിത്, ഇന്നല്ല നരകത്തിൽ അവർ സഹായം തേടുമ്പോൾ എന്നർത്ഥമാണ് പറയുന്നത്. ഇനി ഇതായി നമുക്കറിയാം, ഇവിടെ അബൂ ദുഐബുൽ ഹുദലി എന്ന് പറയുന്ന ഒരു പദ്യകാരൻ്റെ വാക്കാണ് അല്ലേ. അന്നഫ്സു റാഗിബത്തുൻ ഇദാ റഗബ്തഹ. ഇന്ന മനസ്സ് ഇങ്ങനെ, നീ ആ മനസ്സിന് ആഗ്രഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇതാ തുറദ്ദു ഇല കലീലിൻ തഖ്നാവു. എന്നാൽ ആ മനസ്സിനെ അല്പം വിഭവങ്ങളിലേക്ക് അതിനെ നീ തിരിച്ചുവിടുകയാണെങ്കിൽ അതുകൊണ്ട് അത് തൃപ്തിപ്പെടും. നഫ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിന് ആഗ്രഹങ്ങൾ നീ ഇങ്ങനെ എന്ത് ചെയ്യുക, നൽകിക്കൊണ്ടേയിരുന്നാൽ അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ആഗ്രഹങ്ങൾക്ക് പുറകെ സഞ്ചരിക്കും. നീ അതെല്ലാം കുറച്ച് എന്ത് ചെയ്യുക, വിഭവങ്ങൾ കൊണ്ട് നീ അതിനെ തൃപ്തിപ്പെടുത്താൻ വിചാരിച്ചാൽ അത് തൃപ്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാ തുറദ്ദു, അപ്പോൾ അത് കുറഞ്ഞതിലേക്ക് നീ അതിനെ മടക്കുകയാണെങ്കിൽ, അപ്പം ഇതാ മാലി മുദാരിൻ്റെ ഇസ്തിഖ്ബാലാണ്. ലൗ എന്നുള്ളത് മാലിയാണ്. ലൗ ഷാ അൽ ഹദാക്കും അജ്മായി, അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങളെ മുഴുവനും എന്ത് ചെയ്യുക, ഹിദായത്തിലാക്കിയേനെ എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൽ ഫർഖു ബൈന ഇൻ വൈദ.
ഇൻ ഇതായുടെ വ്യത്യാസവും കൂടെ ഇവിടെ എന്ത് ചെയ്യാൻ പറയാം. ഇന്നു ഇതായി മുസ്തഖ്ബിലാണെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അന്നൽ അസ്ല ഇവിടെ അടിസ്ഥാനം അദമുൽ ജസ്മി ബിവഖൂഇ ശർത്തി മഅയിൻ. ഇന്നിനോടൊപ്പം ആണെങ്കിൽ ഇവിടെ ഷർത്ത് സംഭവിക്കുന്ന വിഷയത്തിൽ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനം. വൽ ജസ്മു ബിവഖൂഇഹി മഅഇദ, ഇതയോടൊപ്പമാണെങ്കിൽ ആ ഷർത്ത് സംഭവിക്കുന്നുള്ള ഒരു ഉറപ്പാണ് അവിടെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വലിഹാദ ഇക്കാലത്തുള്ള ഗലബ ഇസ്തിഅമാലുൽ മാളി മഅഇദ, ഇവിടെ ഇതയോടൊപ്പം മാളിയുടെ ഇസ്തിഅമാൽ കൂടുതലായി വരുന്നുണ്ട്. കാരണം ഇതയോടൊപ്പം ആ മുസ്തഖ്ബിലാണ് ഷർത്തെങ്കിലും ആ ഷർത്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് സംഭവിച്ചു എന്ന മട്ടിൽ മാളിയെ ഇതയോടൊപ്പം കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഫക്കാന ഷർത്ത വാഖിഉൻ ബിൽ ഫീലി, ഷർത്ത് ഇവിടെ നിലവിൽ സംഭവിച്ചു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലായിരിക്കും അത്. ബിഖിലാഫി ഇന്നിനെതിരായിട്ട്, അതായത് ഇന്നിൻ്റെ ഇതായിൻ്റെയും രണ്ടും ഇസ്തിഖ്ബാലിലാണ് ഷർത്ത് വരിക. പക്ഷേ ഇന്നിൻ്റെ ഒരു ആ ഷർത്ത് സംഭവിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഒരു ഉറപ്പില്ലാത്ത ഒരു മീനിങ് ആണ് പ്രദാനം ചെയ്യുക. ഇതയാണെങ്കിൽ ആ ഷർത്ത് സംഭവിക്കുന്നുള്ള ഉറപ്പോടു കൂടിയാണ് ആ മാന സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഇതയുടെ മീനിങ് ഒരു ഉറപ്പായതിൻ്റെ പേരിൽ ആ മുസ്തഖ്ബലിനെ മാറ്റിയിട്ട് മാളിയെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, സ്ഥാപിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണർത്തുന്നതിന് വേണ്ടി എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഫൈദ ഖുൽത പറഞ്ഞാൽ ഇൻ അബ്റ മിൻ മറളി, എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ ഷിഫയായാൽ, ഞാൻ മുക്തനായാൽ, അതസദ്ദഖ് ബി അൽഫി ദീനാരിൻ, ഞാൻ 1000 ദീനാർ ഞാൻ സദഖ ചെയ്യാം എന്ന് പറയുകയാണ്. കുന്ത ഷാക്കൻ ഫിൽ ബുർഇ, നിനക്ക് ഈ രോഗം ഭേദമാകുമെന്ന ഒരു സംശയത്തോടു കൂടിയാണ് നീ ഇത് പറയുന്നത്. വൈദാക്കുളത്ത് നീ പറയണം ഇതാ ബരിയത്തു മീൻ മറലി, എൻ്റെ രോഗത്തിൽ നിന്ന് ഞാൻ ഷിഫയായാൽ തസദ്ദഖത്തു കുന്തു, ഞാൻ സദഖ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെയും മുസ്തഖ്ബിലാണ് ഇവിടെ ഷർത്ത. പക്ഷേ കുന്ത ജാസിമൻ ബിഹി ഔക്കൽ ജാസിമി, നീ ഇത് ഉറപ്പോടു കൂടിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉറപ്പുള്ളവനെ പോലെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്തഖ്ബിൽ ഒരാളുടെ മാളിയെ അവിടെ പറയുന്നതിന് കാരണം. ക്ലിയർ ആയില്ലേ? വാലാദാലിക ഫൽ അഹ്വാലു നാദിറത്തു. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഷർത്ത് എന്ന് പറയുന്ന ഒരു ഖൈദ് അത് ഏതെങ്കിലും ജുംലയിൽ വന്നാൽ ഷർത്തിൻ്റെതായ ഒരു പ്രയോജനം അവിടെ കിട്ടും. ഷർത്തിൻ്റെ മുഴുവൻ അക്ഷരങ്ങളെയും ഇവിടെ നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇൻ ഇത ലൗ 3 ആമുഖമായി പറഞ്ഞു. ഇനി ഒരു ഖുർആൻ ആയത്തിലൂടെ ഈ ഇൻ ഇതയെ ഒന്ന് ചെറുതായിട്ട് കൂടുതലൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാലാദാലിക്ക ഈ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, ഇൻ എന്നുള്ളത് അതൊരു ഉറപ്പില്ലാത്ത ഒരു പ്രതലത്തിലാണ് പറയുക, ഇതാ എന്നുള്ളത് ഉറപ്പുള്ള ഒരു പ്രതലത്തിലാണ് പറയുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫൽ അഹ്വാലു നാദിറത്തു, വിരളമായ സംഗതികൾ, തുദ്കറു ഫി ഹയ്യിസി ഇന്നിൻ്റെ പരിധിയിലാണ് അത് പറയപ്പെടുക. വൽ കസീറത്തു, അധികമായി ഉണ്ടാകുന്ന അവസ്ഥകളെ ഫി ഹയ്യിസി ഇതാ ഇവിടെ പരിധിയിലാണ് പറയപ്പെടുക. നമുക്കൊരായത്ത് പരിശോധിക്കാം. കാരണം വിരളമായ സംഗതി എന്ന് പറയുമ്പോൾ അതൊരു അപൂർവമായ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഒരു കണിശതയില്ലാത്ത ഉറപ്പില്ലാത്തൊരു സംഗതികളാണല്ലോ. എന്നാൽ കൂടുതലായി സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ഉറപ്പുള്ളതും സാർവത്രികവുമായ അവസ്ഥകളായിരിക്കും. ഒമിദാലിക ഖൗലുഹു തആല ഫൈദാ ജാഅതുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദി വഇൻ തുസിബ്ഹും സയ്യിഅതും യത്തയ്യറൂ ബിമൂസാ വമൻ മഅഹ്. ഇവിടെ നമുക്ക് ഈ ആയതിനെ പരിഭാഷപ്പെടുത്താം. ഫൈദാ ജാഅതുഹുമുൽ ഹസനതു, ഇവിടെ അവർക്ക് ഒരു നന്മ വന്നു കഴിഞ്ഞാൽ ഖാലു, അവർ പറയും ലന, ഞങ്ങൾക്ക് ഉണ്ട് ഹാദിഹി, ഈ നന്മ, അതായത് ഈ നന്മയുടെ എല്ലാ അവകാശങ്ങളും എല്ലാ ക്രെഡിറ്റും ഞങ്ങൾക്കുള്ളതാണ്. വൈൻ തുസ്ബുഹും സയ്യത്തും, അവർക്ക് എന്തെങ്കിലും അനർത്ഥം നേരിട്ടാൽ യത്തയ്യറു, അവർ ശകുനം കാണുമായിരുന്നു മൂസ വമഅഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ടും മൂസാ നബിയോടൊപ്പമുള്ള ആളുകളെ കൊണ്ടും. അതായത് എന്തെങ്കിലും നന്മേണ്ടത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങളുടെ ആനുകൂല്യമാണ്, ഞങ്ങളുടെ സ്വാധീനവും ഞങ്ങളുടെ യോഗ്യതയും എല്ലാമാണെന്ന് അവർ പറയും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മളുടെ പ്രശ്നമല്ല, ഇത് മൂസയുടെയും കൂട്ടരുടെയും പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിരളമായി വരുന്നത് അതുപോലെ തന്നെ കണിശമായി ധാരാളമായി വരുന്നത്, ഇതിൻ്റെ വ്യത്യാസം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഇതാ ആദ്യം പറഞ്ഞിരിക്കുന്നു, ഇൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു.
അവിടെ പറയുന്നു നോക്കിയ ഫലിക്കൗനി മജീൽ ഹസനത്തി മുഹക്ക. അപ്പം നന്മയിൽ ഇതാ പറഞ്ഞു, തിന്മയിൽ ഇൻ പറഞ്ഞു. ഫലിക്കൗനി മജീൽ ഹസനത്തി മുഹക്കൻ എന്താണ്, ഒരു നന്മ വരിക എന്നുള്ളത് അതൊരു കണിശമായ കാര്യമായപ്പോൾ, ഖണ്ഡിതമായ ഉറപ്പായ ഒരു കാര്യമായപ്പോൾ. കാരണം ഇതിൽ മുറാദ് ബിഹി നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തലഖുൽ ഹസന, നിരുപാധികം ഉള്ള നന്മയാണ്. അഷാമിലുൽ അൻവായിൻ കസീറ, ധാരാളം ഉപവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ നന്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ ഇഫം മിന താരിഫി ബി അലിൽ ജിൻസിയ, ജിൻസിയത്തിൻ്റെ അലിഫ്ലാം കൊണ്ട് മാരിഫി ആക്കുന്നത് നമുക്ക് മാരിഫി ആക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് അൽ ഹസനത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൽ ഹസനത്തു എന്ന് പറയുമ്പം അൽ ഇൻസാൻ എന്ന് പറയും പോലെ അല്ലേ, ആ നന്മയുടെ ഒരു മൊത്തം വർഗമാണ് അവിടെ എന്ത് ചെയ്യുക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നന്മയുടെ കൂട്ടത്തിലായപ്പോൾ ദുഃഖരമായ ഇതയോടൊപ്പം പറയപ്പെട്ടു. കാരണം നന്മ ഉണ്ടാവുക എന്നുള്ളത് അത് കണിശമായ കാര്യമാണ്, ഉണ്ടാകേണ്ടതാണ് നിർബന്ധമായിട്ടും ഉണ്ടാകണം, ഉണ്ടായേ മതിയാകൂ. അങ്ങനെ ഒരു കണിശത നന്മയിലുള്ളത് കൊണ്ട് ഇതാണ് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ശ്രദ്ധനക്ഷരം. വഅബിർ അൻഹുബിൽ മാലി വെച്ച് അതിനെ പറയുകയും ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണാം. നേരത്തെ നമ്മൾ മാലി വെച്ച് ഇതായോടൊപ്പം പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്ത വലിക്കൗനി മജീദ് സയ്യത്തി നാദിറൻ, ഈ തിന്മയുണ്ടാകുക, അനർത്ഥങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അതൊരു വിരളമായി സംഭവിക്കുന്നതാണ് അല്ലേ. കാരണം എന്താണ്, നമുക്കറിയാം ഒരു വീട് വെച്ച് നമ്മൾ താമസമായാലും നമുക്ക് ആ ക്ഷേമവും സമാധാനവും സ്നേഹവും ഇതൊക്കെയല്ലേ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നിലനിർത്താൻ പരിശ്രമിക്കുന്നതും. എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ അത് അപൂർവമായി എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമ്മൾ അതിനെ റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനുള്ള പരിശ്രമത്തിലായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വലിക്കോനി മജീദ് സയ്യത്തി, തിന്മയുണ്ടാകുക, അനർത്ഥങ്ങൾ ഉണ്ടാകുക എന്നുള്ള നാദന വിരളമാണ്. ഇതിൽ മുറാദ് ബിഹ, ഈ സയ്യത്തോട് ഉദ്ദേശിക്കുന്ന നൗഉൻ മഖ്സൂസുൻ, ഒരു പ്രത്യേകമായ ഒരു അനർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമാ ഇഫ്ഹമു മിന തൻകീരി, ഇവിടെ നക്കരയാക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നക്കരയാക്കുമ്പോൾ ഒരു തഖ്സീസ് കിട്ടും. വഹുൽ ജദ്ബു, അത് ക്ഷാമമാണ്. അപ്പം നന്മ ഉദ്ദേശിച്ചത് പൊതുവായ നന്മയാണ്, എല്ലാ നന്മകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ തിന്മയെന്ന് പറഞ്ഞപ്പോൾ അത് ക്ഷാമം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ പറയപ്പെട്ടതുപോലെ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്നതല്ല. അപ്പോൾ ദുഃഖിറ മഅൻ, ഇന്നിനോടൊപ്പം എന്ത് ചെയ്തു പറയപ്പെട്ടു. മാ വഅബിർ അൻഹുബിൽ മുദാരി എന്ത് ചെയ്യുക അവിടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആയില്ലേ. അപ്പോൾ അവർക്ക് ഇൻ വെച്ച് മുദാരിനോടൊപ്പം ഉപയോഗിക്കും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇൻ വയ്ക്കുമ്പോൾ അവിടെ ഒരു വിരളമായ അല്ലെങ്കിൽ ഒരു കണിശതയില്ലാത്ത എന്നുള്ള ഒരു മീനിങ് അവിടെ വരും നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണെങ്കിൽ അത് കണിശതയുള്ള ഒരു ഭാഗത്താണ് വരിക. അവിടെ മാലിയായ ഫീൽ ഉപയോഗിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഫഫിൽ ആയത്തി, ഇവിടെ ആയത്തിലുണ്ട് മിൻ വസ്ഫിഹിം ബി ഇൻകാരി നിയാമി വശദ്ദത്തി തഹാമുലി അലാ മൂസ അലൈഹി സ്വലാം മാലാ യഖ്ഫ. ഈ ആയത്തിൽ മിൻ വസ്ഫിഹിം അവരെ വിശേഷിപ്പിക്കലുണ്ട്. ബീൻകാരി നിയാമി, അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്നതിനെക്കുറിച്ച്. വശിദ്ദത്തി തഹാമുലി അല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഠിനമായി പൊറുതിമുട്ടിക്കുന്നതിനെക്കുറിച്ച്. മാലായഖ്ഫ, അവ്യക്തമല്ലാത്ത രൂപത്തിൽ ഇവിടെ ഈ ആയത്തിൽ ഒരു വിവരണമുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ഈ ഇൻ ഇതായുടെ വ്യത്യാസം മാത്രം പരിഗണിച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ, അതായത് നന്മകളുടെ എല്ലാ നന്മകളുടെയും ക്രെഡിറ്റ് അവർ ഏറ്റെടുക്കുന്നു. എന്നാൽ കേവലം ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ അത് മൂസയുടെ മേൽ കെട്ടിവെക്കുന്നു. അപ്പം ഇവരുടെ ഒരു നിഷേധം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, ഇവരുടെ നന്ദികേട് എത്രത്തോളം ആഴത്തിലുള്ളതാണ്, ഇവരുടെ അനുഗ്രഹങ്ങളെ നിഷേധിക്കലും അനുഗ്രഹങ്ങളെ പുച്ഛമനോഭാവത്തോടെ കാണലും അത് എത്രത്തോളം അത് ഭീകരമാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ മൂസയെ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടാളികളെയൊക്കെ എത്രത്തോളം കഠിനമായി ക്രൂരമായി ഇവർ വേട്ടയാടിയിരുന്നു എന്നെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇൻ ഇതാ വെച്ചുകൊണ്ട് ഇത്രയും മീനിങ്ങുകൾ ഒളിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ഇത്രയും ആശയ സമഗ്രത, ആശയ സമുദ്രം ഇവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഖുർആൻ്റെ ബലാഗത്തിൻ്റെ, ഫസാഹത്തിൻ്റെ ഒരു വലിയ ഒരു നിദർശനമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇൻ ഇതായുടെ കാര്യം പറഞ്ഞത്, ഇൻ എന്നുള്ളത് ഒരു സംശയാസ്പദമായ കാര്യത്തിലാണ്, അല്ലെങ്കിൽ കണിശതയില്ലാത്തൊരു കാര്യത്തിലാണ്. ഇതാ എന്നുള്ളത് കണിശവും അതുപോലെ വളരെ ഖണ്ഡിതവുമായ കാര്യത്തിലാണ്. അതുകൊണ്ട് ഇതോടൊപ്പം മാതി ഉപയോഗിക്കും, ഇന്നിനോടൊപ്പം മുദാരിയാണ് ഉപയോഗിക്കുക. ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഈ ആയത്തിൽ ഒരു ഇൻ ഇതാ വെച്ചിട്ടുള്ള ഒരു ബലാഗത്ത് എത്ര മനോഹരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
നീ ലൗവിനെ പറ്റി പറഞ്ഞ ലൗ ലി ഷർത്ത് ഫിൽ മൊളി മാലിയിലുള്ള ഷർത്തിന് വേണ്ടിയാണ് അവിടെ മൊളി പറഞ്ഞിരുന്നു നമ്മൾ. വലിത അഭിപ്രായത്തിൽ പറഞ്ഞാൽ പറയുന്നത് 60-ാമത്തെ പേജ്. വലിത എലിഹൽ ഫിഅൽ മാലി മാലിയ ഫീലാണ് അതിനോട് ചേർന്ന് വരുന്നത്. ഔ വലു അലിമല്ലാഹു ഫിഹിം അവരിൽ അള്ളാഹു താല അറിഞ്ഞിരുന്നെങ്കിൽ ഖൈറൻ ഒരു നന്മയെ അല്ല അസ്മാഹും അള്ളാഹു താല അവർക്ക് കേൾപ്പിച്ചു കൊടുത്തേനെ എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഷർത്ത് എന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ ഷർത്തിൻ്റെ ഒരു മനോഹരമായ ഒരു മീനിങ് ഇവിടെ ആ ജുംലയിൽ കിട്ടുന്നതാണ്. ഒമിമാ തഖദ്ദമ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒമിമാ തഖദ്ദമ മുമ്പ് പറഞ്ഞതിൽ നിന്നും യുഅലമു മനസ്സിലാക്കപ്പെടുന്നുണ്ടല്ലോ അന്നൽ മഖ്സൂദ ബിദാത്തി മിന ജുംലത്തി ഷർത്തിയ ഹുവൽ ജവാബു. ഇത്രയും പറഞ്ഞതിലൂടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും. അതായത് അടിസ്ഥാന ലക്ഷ്യം ഷർത്തിയായ ജുംലയുടെ, അത് ഷർത്തിയായ ജുംല പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, അത് ഹുവൽ ജവാബു ജവാബാണ്. ഷർത്തിനേക്കാൾ കൂടുതൽ ജവാബിനാണ് അവിടെ പ്രിവിലേജ് ഉള്ളത്. ഫൈദ ഖുൽത നീ പറഞ്ഞാൽ ഇൻ ഇജ്തഹദ സെയ്ദുൻ സെയ്ദ് പരിശ്രമിക്കുകയാണെങ്കിൽ അക്രം തുഹു ഞാൻ അവനെ ബഹുമാനിക്കും. അപ്പോൾ നീ കുന്ത മുഖ്ബിർ നീ അറിയിക്കുകയാണ് ബി അന്നക സതുക്രിമുഹു നീ അവനെ ആസന്ന ഭാവിയിൽ ആസന്ന സമയത്ത് തന്നെ നീ അവനെ ആദരിക്കുമെന്നുള്ള കാര്യം അറിയിക്കലാണ്. വലാക്കിൻ ഫി ഹാരി ഹുസൂലിൽ ഇജ്തിഹാദി പക്ഷേ സെയ്ദിൽ നിന്നും പരിശ്രമം ഉണ്ടാകുന്ന സമയത്തേ ഉള്ളൂ. ലാ ഫി ഉമൂമിൽ അഹ്വാലി പൊതുവായ അവസ്ഥയിൽ അല്ല എന്ന് അതിനോട് അനുബന്ധമായി നീ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ വാസ്തവത്തിൽ നീ ബഹുമാനിക്കുമെന്ന കാര്യം ഇവിടെ നീ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്. പക്ഷെ അത് എന്താണ് കോമൺ ആയിട്ടല്ല, ആ സെയ്ദ് പരിശ്രമിക്കുന്ന സമയത്ത്. തിരിഞ്ഞില്ലേ? അപ്പോൾ വയത്തഫറഉ അലാ ഹാദ ഇതിന് ഉപവിഷയമായി വരും അന്നഹ തുഅദ്ദു ഖബരിയത്തൻ ഔ ഇൻഷായിയത്തൻ ഈ ഷർത്തിയായ ജുംലയെ ഖബരിയും ഇൻഷായിയുമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ബിഅ്തിബാരി ജവാബിഹ ജവാബിനെ പരിഗണിച്ചുകൊണ്ടാണ്. അഥവാ ജവാബ് എന്താണ് ഖബരിയാണെങ്കിൽ ജുംല ഷർത്തിയ ഖബരിയാണ്, ജവാബ് ഇൻഷായി ആണെങ്കിൽ ജുംല ഷർത്തിയ ഇൻഷായിയാണ്. എന്ന് പറഞ്ഞാൽ ഷർത്തിയ ജുംലയിൽ ഷർത്തിന് ഒരു അനുബന്ധത്തിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അതിൽ ശരിയായ ഒരു നായക റോള് അത് ഈ പറയപ്പെട്ട ജവാബിനാണ്. സഹനടൻ്റെ റോളാണ് ഈ പറയപ്പെട്ട ഷർത്തിന് ഉള്ളത് എന്നർത്ഥം. ഇത്രയും പറഞ്ഞതിലൂടെ ഷർത്തിയായ അക്ഷരങ്ങൾ ഇൻ, ഇത, ലൗ ഇത് മൂന്നെണ്ണത്തിൻ്റെയും സംക്ഷിപ്തവും എന്നാൽ സമഗ്രവുമായ വിശദീകരണം ഇവിടെ നൽകപ്പെട്ടു. ഒപ്പം തന്നെ അത് വരുമ്പോഴുണ്ടാകുന്ന ഒരു ജുംലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വൈബുകൾ, അതിലുണ്ടാകുന്ന പ്രത്യേകതകൾ ഇതെല്ലാം നമുക്കിവിടെ വിവരിക്കപ്പെട്ടു. ഇനി വമൻ നഫി അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ പറഞ്ഞത് മഫ്ഊലുകളെ കുറിച്ചാണ്. മഫ്ഊലുകൾ അതുപോലെ തന്നെ മൻസൂബാത്തുകളായ മറ്റ് ഹാല് ഇതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ നവാസിഖിനെ പറ്റി പറഞ്ഞു, പിന്നെ ഷർത്തിനെ പറ്റി പറഞ്ഞു. നഫീനെ പറ്റി പറയുകയാണെങ്കിൽ ഫത്തഖീദ് ബിഹി യക്കുനു തഖീദ് അതുകൊണ്ട് കൈത് കൊടുക്കുന്ന യക്കുനു അതായിരിക്കും ബി സൽബിൻ നിസ്ബത്തി ഈ നിസ്ബയെ എന്താണ് നിർവീര്യമാക്കുക അലാ വജ്ഹിൻ മഖ്സൂസിൻ പ്രത്യേകമായ രീതിയിൽ. അഥവാ ഒരു നിസ്ബ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്ഥാപിച്ചു. ആ നിസ്ബയെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുകയാണ് പ്രത്യേകമായ രീതി. മിമ്മാ തുഫീദുഹു അഹറുഫുൻ നഫി നഫിയുടെ അക്ഷരങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യേകമായ ശൈലിയിൽ ഈ ഒരു എന്താണ് വിവരത്തെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു വസ്തുവിന് വേണ്ടി നാം സ്ഥാപിച്ച ഒരു വിവരം ആ നിസ്ബയെ ഒഴിവാക്കി കൊടുക്കുന്നു. വഹിയ സിത്തത്തുൻ ല വമ വഇൻ വലൻ വലം വലമ്മ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഫല അപ്പോൾ ഇതിനെപ്പറ്റി ഹ്രസ്വമായിട്ടൊരു വിശദീകരണം കൊടുക്കുക. ല എന്ന് പറഞ്ഞാൽ ഈ നഫി മുത്തലഖൻ നിരുപാധിക നഫിക്ക് വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലാ റജുല ഫിദ്ദാരി അല്ലെ ലാ സെയ്ദിനു ഇങ്ങനെ എപ്പോഴും നഫിക്ക് വേണ്ടി പറയാം. പിന്നെ ഒമ വൈൻ മായും ഇന്നുമില്ല നഫീൽ ഹാലി വർത്തമാനകാലത്തെ അസ്ഥിരപ്പെടുത്തുവാനാണ്. ഇൻദഖല അലൽ മുലാരിയിലാണ് ഇത് കിടക്കുന്നതെങ്കിൽ വലൻ ലെൻ എന്നുള്ളത് ലി നഫീൽ ഇസ്തിഖ്ബാലിനെ നഫി ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് മീസാനിൽ വളരെ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന അറിവുകൾ തന്നെയാണ്. ഇതിനകത്ത് ഇനി അല്പം വിശദീകരിച്ച് പറയാനുള്ളത് ലം ലമ്മായെക്കുറിച്ച് മാത്രമാണ്. ലം ലമ്മായെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ ലം ലമ്മായെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലം ലമ്മാലി നഫീൽ മുളി മാളിയെ നഫി ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇല്ലാ നഹു അതായത് മാളിയെ നഫി ചെയ്യാൻ വേണ്ടിയാണ് ലം ലമ്മ വരുന്നത്, ചെയ്തില്ല എന്ന് പറയാനായിട്ട്. ഇല്ലാ നഹു ബി ലമ്മ ഈ ലമ്മ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പ്രത്യേകതയുണ്ട് ലമ്മിനൊക്കെ. ലം എന്ന് പറഞ്ഞാൽ മാളിയെ ചെയ്തില്ല, അതായത് വിദൂര മാളിയാണോ അല്ലെങ്കിൽ സമീപ മാളിയാണോ അങ്ങനെയൊന്നുമില്ല. അതായത് വിദൂര ഭൂതകാലം സമീപ ഭൂതകാലം എന്നൊന്നുമില്ല. മാളിയെ നഫി ചെയ്യുക എന്നുള്ള മീനിങ്ങാണ് ലമ്മിന്. ലമ്മ ആണെങ്കിലോ യൻസഹിബു അത് എന്ത് ചെയ്യുന്നതാണ് അലാ സമനി തക്കല്ലും മുത്തക്കല്ലിമിൻ്റെ സംസാരിക്കുന്ന കാലം വരെ
അത് എന്ത് ചെയ്യുന്നതാണ്, ആ ലമ്മായിയുടെ നഫി അത് എന്ത് ചെയ്യുന്നതാണ്, വിശാലമാകുന്നതാണ് എന്നർത്ഥം. അതായത് സംസാരിക്കുന്ന ഈ സമയം വരെയും ചെയ്തിട്ടില്ല എന്നർത്ഥം കിട്ടും. ലം വരുമ്പോൾ നോർമലായിട്ട് മുമ്പ് ചെയ്തില്ല എന്ന് മാത്രമേ കിട്ടുള്ളൂ. ലമ്മ ആണെങ്കിൽ ഇതുവരെയും ചെയ്തില്ല എന്നർത്ഥം കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത യഖ്തസുബിൽ മുത്തവക്കായി, ഒരു പ്രതീക്ഷ ഉള്ള ഒരു കാര്യവുമായിട്ട് പ്രത്യേകമായിരിക്കും. അതായത് ലമ്മായിക്ക് നഫി ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും ആ നഫി ചെയ്യപ്പെടുന്ന കാര്യം പിന്നീട് സംഭവിക്കാനുള്ള ഒരു ശുഭപ്രതീക്ഷയുള്ള കാര്യമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ സംസാരിക്കുന്ന ആ ഒരു മൂമെൻറ്റ് വരെ നീണ്ടു നിൽക്കാത്ത നഫിയാണെങ്കിൽ അവിടെ ലമ്മ പറ്റില്ല. അതുപോലെ ലമ്മയുടെ മൻഫിയായ സംഭവം അതൊരു പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണെങ്കിൽ അവിടെയും ലമ്മ നഫി ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. വാലഹാദ, ഈ അടിസ്ഥാനത്തിൽ ഫലാ യുഖാലു പറയാൻ കഴിയില്ല ലമ്മ യക്കും സെയ്ദുൻ സുമ്മ ഖാമ എന്ന് പറയാൻ കഴിയില്ല. സെയ്ദ് മുമ്പ് നിന്നില്ല എന്നിട്ട് സുമ്മ ഖാമ പിന്നീട് നിന്നു എന്ന് പറയാൻ കഴിയില്ല. ഈ സുമ്മ എന്ന് പറഞ്ഞാൽ ഒരു അത്ഫ് ബി തറാഹിയാണ്. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നതാണ്, ചെയ്യുന്ന ഒരു അത്ഫാണ് സുമ്മ എന്ന് പറയുന്നത്. ഉടനെ എന്നുള്ള അർത്ഥമല്ല, അല്പം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ജാനി സെയ്ദുൻ സുമ്മ അമറുൻ, സെയ്ദ് വന്നു സുമ്മ എന്ന് കുറേ കഴിഞ്ഞിട്ട് അമർ വന്നു എന്നർത്ഥം. ഉടനെ വന്നു എന്നാണെങ്കിൽ ഫ ആണ് അത്ഫായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ലമ്മ യഖും സെയ്ദുൻ സുമ്മ ഖാമ എന്ന് പറഞ്ഞാൽ സെയ്ദ് മിനിഞ്ഞാന്നെന്തോ നിന്നില്ല, സുമ്മ ഖാമ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിന്നു എന്ന് പറയുന്ന ആ ഒരു മീനിങ് ആണ് ഇവിടെ വരിക. അതായത് സംസാരിക്കുന്ന മൂവ്മെൻറ്റ് വരെ നഫി ഇവിടെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ ഇല്ല. അങ്ങനെയാണെങ്കിൽ സുമ്മ പറയാൻ കഴിയില്ല, ഫ ഖാമ എന്ന് പറയാൻ പറ്റുള്ളൂ. ലമ്മ യഖും സെയ്ദുൻ, ഇതുവരെയും സെയ്ദ് നിന്നില്ല, ഫ ഖാമ എന്നിട്ട് ഉടനെ ഇപ്പം നിന്നു എന്ന് പറയാൻ പറ്റുക. സുമ്മ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, കുറച്ച് മുമ്പ് നിന്നില്ല എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് നിന്നു എന്നാണ് പറയുക. അപ്പോൾ ചുരുക്കത്തിൽ ലമ്മ യക്കും സുമ്മ ഖാമ എന്ന് പറയുമ്പോൾ ഇവിടെ സംസാരിക്കുന്ന മൂവ്മെൻറ്റ് വരെയും ഇവിടെ നഫി നീണ്ടു നിന്നില്ല എന്ന് ചുരുക്കം. ഇനി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉദാഹരണത്തിന് വല ലമ്മ യജ്തമിഇൻ നഖീലാനി, ഇതും പറയാൻ കഴിയില്ല. അതായത് പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയില്ല. അവിടെ ഒരുമിച്ച് കൂടിയില്ല എന്ന് പറയുമ്പോൾ ലമ്മ യജ്തമിഇൻ നഖീലാനി, ഇവിടെ അത് ഒരുമിച്ച് കൂടാൻ സാധിക്കുകയുമില്ല. പ്രതീക്ഷിക്കാനേ കഴിയുന്ന സാധനമല്ലല്ലോ. നഖീലായ രണ്ട് സാധനം ഒരുമിച്ച് കൂടുക എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ലല്ലോ. അപ്പോൾ ഈ മൻഫിയെ മുത്തവക്കായ ഒന്നല്ല. അതുകൊണ്ട് ഇവിടെ ലമ്മ വെച്ച് പറയാൻ കഴിയും. ചുരുക്കത്തിൽ ലമ്മ വെച്ച് പറയാൻ കഴിയാത്ത രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തേത് ലമ്മ യഖും സെയ്ദുൻ സുമ്മ ഖാമ എന്ന് പറയുമ്പോൾ ഇവിടെ സുമ്മ പറയണമെങ്കിൽ ഇവിടെ ഈ പറയപ്പെട്ടതുപോലെ ഈ നഫിയെ സംസാരിക്കുന്ന മൂവ്മെൻറ്റ് വരെ ഇത് ഉണ്ടായിട്ടില്ല എന്നാണ് സുമ്മ കൊണ്ടുള്ള അത്ഫിൽ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കമായി ഖാലു പറയപ്പെടുന്നത് പോലെ ലം യഖുൻ സുമ്മ ഖാമ എന്ന് പറയുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുക, പറയാൻ പറ്റൂല. ലം യഖും സുമ്മ ഖാമ പറ്റും. കാരണം ലം യഖും അവൻ കഴിഞ്ഞ ആഴ്ച നിന്നില്ല, സുമ്മ ഖാമ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നിന്നു എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ രൂപത്തിൽ ലം വെച്ചുള്ള നഫിയാണ്. ഇനി ലം യജ്തമിഇ നഖീലാനി എന്ന് പറയാം, കാരണം രണ്ട് നഖീൽ ഒരുമിച്ച് കൂടിയില്ല എന്ന് പറയാം. കാരണം ലമ്മിൽ അങ്ങനെ ഷർത്തില്ല, മുത്തവക്ക ആകണമെന്നോ അല്ലെങ്കിൽ തക്കല്ലുമിൻ്റെ മൂവ്മെൻറ്റ് വരെ ആ നഫി നീണ്ടിരിക്കണമെന്നൊന്നുമില്ല. ലമ്മ എന്നുള്ളത് നഫിയിൽ തുഖാബിലു ഖദ് ഫിൽ ഇസ്ബാത്തിൽ ഖദിനോട് എന്ത് ചെയ്യുന്നതാണ്, സമാന്തരമായി വരുന്നതാണ്. മുസ്ബത്തിൽ ഖദ് ഉപയോഗിക്കുന്ന പോലെയാണ് നഫിയിൽ ലമ്മായുടെ ഉപയോഗം. അപ്പോൾ വഹീന ഇതിന് ആ സമയത്ത് യക്കൂനു മൻഫിയുഹ ഖരീബ മിനൽ ഹാലി. അപ്പോൾ ലമ്മായിയുടെ നഫി ചെയ്യപ്പെടുന്ന ഒരു ഹാലിനോട് ചേർന്ന് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ സംസാരിക്കുന്ന മൂവ്മെൻറ്റ് വരെയും ആ നഫി നീണ്ടു നിൽക്കുമ്പോൾ, സംസാരിക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഹാലാണല്ലോ. അപ്പോൾ ഹാലിൻ്റെ ഒരു തരാതരം മീനിങ് ആയിട്ട് ഹാലിൻ്റെ ഒരു അടുത്ത് നിൽക്കുന്ന മീനിങ് ആയിരിക്കും ഇവിടെ ലമ്മായുടെ മൻഫിക്ക്. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റൂല ലമ്മ യജി മുഹമ്മദുൻ ഫിൽ ആമിൽ മാദി, കഴിഞ്ഞ കൊല്ലം മുഹമ്മദ് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഹാലിൻ്റെതായ മീനിങ്ങേ വരുന്നില്ല. കാരണം കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ വളരെ വിദൂരമായ ഒരു ഭാവിയിലേക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ മീനിങ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ലമ്മ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ മാളിയെ നഫി ചെയ്യാനാണ്. പക്ഷെ ലമ്മയ്ക്ക് 2 നിബന്ധനകളോട് കൂടിയേ മാളിയെ നഫി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ഇനി വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. തവാബികളാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ മഫായിലുകൾ, അതുപോലെ ഹാല്,
ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക കൈത് കൊടുക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു. നവാസ് കൊണ്ട് കൈത് കൊടുക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു. ഷർത്തിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് കൈത് കൊടുക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞു. നഫീയുടെ അക്ഷരങ്ങൾ കൊണ്ട് കൈത് കൊടുക്കുന്ന പ്രയോജനങ്ങൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആ അക്ഷരങ്ങൾ ചില അർത്ഥങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആ പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥങ്ങളാണ് അവിടെ ആ ജുംലയ്ക്ക് ഒരു പ്രത്യേകതയായി, ജുംലയ്ക്ക് ഒരു സവിശേഷതയായി അവിടെ വരുന്നത്. അപ്പോൾ തവാബി എന്താ ഫതഖീദ് ബിഹ യകൂനുലിൽ അഗ്റാദില്ലത്തി തുഖ്സദ് മിൻഹ, തവാബിയിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അതായിരിക്കും അതിൻ്റെ കൈത് കൊണ്ടുള്ള ഉദ്ദേശം. ഉദാഹരണത്തിന് ഫനഅതുലു യകൂനുലി തമീസി, ഫനഅതു ഉദാഹരണത്തിന് സിഫത്ത് യകൂനുലി തമീസി, ഒന്ന് തമീസിന് വേണ്ടിയായിരിക്കും അത്. നഹു ഹളറ അലിയുനിൽ കാത്തിബു, കാത്തിബായ അലി വന്നു എന്ന് പറയുമ്പോൾ അവിടെ അലീനെ ഒന്ന് വേർതിരിക്കലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ എല്ലാ അലീനും പല അലിമാരുണ്ടാവും ചിലപ്പോൾ നാട്ടിൽ. വൽ കശ്ഫി, അതുപോലെ വ്യക്തമാക്കാൻ വേണ്ടി. വനഹു അൽ ജിസ്മു തവീലുൽ അരീദുൽ അമീഖു യഷ്ഗുലു ഹിയസൻ മിനൽ ഫറാഗി, അതായത് നീളവും വീതിയും ആഴവും എല്ലാമുള്ള ഒരു വസ്തു, അത് എന്താണ് ശൂന്യതയെ എന്ത് ചെയ്യുന്നതാണ്, കവർന്നെടുക്കുന്നതാണ്. അല്ലെങ്കിൽ ശൂന്യതയെ അതെന്ത് ചെയ്യുന്നതാണ്, അത് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ആ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജിസ്മിനെ ഒന്ന് കശ്ഫ് ചെയ്യലാണ്. അതായത് എങ്ങനെയുള്ള ജിസ്മാണ്, അഥവാ നീളമുള്ള വീതിയുള്ള ആഴമുള്ള ഒരു എന്താണ് വസ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. താക്കീദ് അതിനു വേണ്ടി വരും. നഹുത്തിലേക്ക് അശറത്തുൻ കാമില, സമ്പൂർണ്ണമായ 10 എന്ന് പറയുമ്പോൾ തന്നെ അത് സമ്പൂർണ്ണമാണ്, അത് പറയുന്നത് താക്കീദിനാണ്. വൽ മദഹി മദഹനഹു ഹളറ ഖാലിദുനിൽ ഹുമാമു, വളരെ എന്താണ് പ്രതിഭാശാലിയായ ഖാലിദ് ഹാജരായി. അപ്പോൾ അവിടെ മദഹ് ചെയ്യാനാണ്. വദമ്മി ദമ്മിനഹു അമ്രാത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്, വിറക് ചുമട്ടുകാരിയായ അബൂ ലഹബിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അത് ദമ്മിന് വേണ്ടിയാണ്. വത്തറഹമി, കരുണ ചെയ്യാൻ വേണ്ടി. നഹു അഹ്സിനില ഖാലിദിനിൽ മിസ്കീൻ, പാവപ്പെട്ട ഖാലിദിന് നീ ഉപകാരം ചെയ്യുക. അപ്പോൾ അവിടെ ഖാലിദിനോട് കരുണ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സിഫത്ത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാത്തിൻ്റെ പ്രയോജനങ്ങൾ. വല്ല അത്ഫുൽ ബയാനി, അത്ഫ് ബയാൻ യകൂനിൽ മുജറദി തൗളീഹ്, അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് വരിക. മനസ്സിലായില്ലേ? അത്ഫുൽ ബയാൻ എന്ന് ആ പേരിൽ തന്നെയുണ്ട്, വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. നഹു അഖ്സമ ബില്ലാഹി അബൂ ഹഫ്സിൻ ഉമർ, അള്ളാഹുൽ സത്യം ചെയ്തു പറയുന്നു അബൂ ഹഫ്സ് അഥവാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അവിടെ ഉമർ എന്ന് പറഞ്ഞത് അത്ഫ് ബയാൻ അബൂ ഹഫ്സിനെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഒരു തൗളീഹി മഅൽ മദ്ഹി, അല്ലെങ്കിൽ മദ്ഹിനോടൊപ്പമുള്ള തൗളീഹിന് വേണ്ടിയായിരിക്കും. നൗ ജഅല അല്ലാഹുൽ കഅബതൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്, അല്ലാഹു തആല കഅബയെ എന്ത് ചെയ്തിരിക്കുന്നു, അൽ ബൈത്തൽ ഹറാം, പവിത്രമായ ഭവനമാക്കിയിരിക്കുന്നു. ഖിയാമൻ ലിന്നാസി, ജനങ്ങളുടെ എന്താണ് നിലനിൽപ്പിൻ്റെ, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരശിലയായിട്ട്. അപ്പം അൽ ബൈത്തൽ ഹറാം ഇവിടെ അത്ഫ് ബയാനാണ് കഅബയുടെ. അത് തൗളീഹ് മഅൽ മദ്ഹാണ്, അതായത് പവിത്രമായ ഭവനം എന്ന് അവിടെ അത്ഫ് ബയാൻ കൊണ്ടുവന്നത് വ്യക്തമാക്കാനും ഒപ്പം തന്നെ ആ പവിത്രമായ എന്ന് അവിടെ സ്തുതിക്കാനും വേണ്ടിയാണ്, പുകഴ്ത്താനും വേണ്ടിയാണ്. വഖഫീഫി തൗളീഹി, തൗളീഹിൽ മതിയാകും ഐ യൂളിഹ സാനി അൽ അവല ഇൻദൽ ഇജ്തിമായി. ഇനി തൗളീഹിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറയുന്നത്, അതായത് രണ്ടാമത്തെ അത്ഫ് ബയാൻ ഒന്നാമത്തെ മാത്തൂഫ് അലൈഹിനെ ഇൻദൽ ഇജ്തിമായി, രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ അവിടെ എന്താ വ്യക്തത കിട്ടിയാലും മതി. വൈലമക്കുൻ ഔലഹ മിൻഹു ഇൻദൽ ഇൻഫിറാദി, അതായത് ഒറ്റയ്ക്ക് വരുമ്പോൾ അവിടെ വ്യക്തത ഇല്ലെങ്കിലും രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ അവിടെ ഒരു തൗളീഹ് ഉണ്ടായാൽ മതി. അലിയിൻ സൈനുൽ ആബിദീൻ വല്ല അസ്ജദി അസ്സഹബ്, അലിയിൻ സൈനുൽ ആബിദീൻ എന്ന് പറയുമ്പോൾ അലിയ സൈനുൽ ആബിദീൻ, അവിടെ അലി എന്ന് മാത്രം പറഞ്ഞാൽ വ്യക്തതയില്ല, സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ വ്യക്തതയില്ല. രണ്ടും കൂടെ പറയുമ്പോൾ അത് എന്താണ് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ എന്താണ് പൗത്രനാണെന്ന് വ്യക്തമാകും. വല്ല അസ്ജദു അസ്സഹബു, അസ്ജദ് എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, ദഹബ് വ്യക്തമായിക്കൊള്ളുന്നില്ല. ചുരുക്കത്തിൽ രണ്ടും കൂടെ പറയുമ്പോൾ അവിടെ ഒരു വ്യക്തത കിട്ടിയാൽ മതി എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. വാത്തുഫുൽ നസ്ഖി, ഇനി അത്ഫുൽ ബിൽ ഹർഫിൻ്റെ ഉദ്ദേശം യകൂനുലിൽ അഗ്റാദില്ലത്തി തുഅദ്ദിഹ അഹ്റുഫുൽ അത്ഫി, അത്ഫിൻ്റെ അക്ഷരങ്ങൾ നിർവഹിക്കുന്ന ചില എന്ത് ചെയ്യുക മൗലികമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അത്ഫു ബിൽ ഹർഫ് വരിക. തർത്തീബ് മഅ താഖീബി, താക്കീബിനോടൊപ്പമുള്ള തർത്തീബ്, അതായത് താക്കീബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അർത്ഥം. താക്കീബ് അതിനോടൊപ്പം തർത്തീബ് ഫിൽ ഫായിൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫ എന്ന് പറയുമ്പോൾ ഉടനെ എന്നുള്ള അർത്ഥം കിട്ടും, തർത്തീബും കിട്ടും. മഅ തറാഖി ഫി സുമ്മ, സുമ്മയിലാണ് തറാഖി ഉണ്ട്, അതാണ് ലമ്മയിൽ എന്ത് ചെയ്യുക, സുമ്മ വന്നാൽ ലമ്മ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, കാരണം സുമ്മ വരുമ്പോൾ ഇവിടെ എന്താണ് സംസാരത്തിൻ്റെ ആ മൂവ്മെൻറ്റ് വരെയുള്ള നഫി അവിടെ വരുന്നില്ല. വല്ല ബദൽ യക്കൂനുള്ള സിയാദത്ത് തഖരീരി വൽ ഇളാഹി, ബദൽ വരുന്നത് കൂടുതൽ സ്ഥിരീകരണത്തിനും വ്യക്തതയ്ക്കും വേണ്ടിയാണ്. നഹു ഖദിമ ഇബ്നി അലിയുൻ ഫി ബദൽ കുല്ലി, എൻ്റെ മോൻ അലിയെ വന്നു, അത് ബദൽ കുല്ലി മിനൽ കുല്ലിൽ. വസാഫറൽ ജന്തു, എന്താണ് സൈന്യം യാത്രയായ അഗലബുഹു, അതിൽ ഭൂരിഭാഗവും ഫി ബദലിൽ ബാലി മിനൽ കുല്ലിൽ.
വനഫാനിൽ ഉസ്താദ് ഇൽമുഹു ഉസ്താദ് അഥവാ ഉസ്താദിൻ്റെ ഇൽമ് അറിവ് എനിക്ക് പ്രയോജനം ചെയ്തു. ഫി ബദലുൽ ഇസ്തിമാലി ബദലുൽ ഇസ്തിമാലി മിനൽ കുല്ലാണ് ഇത് ബദലിനെ പറ്റിയെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചുരുക്കത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഇത്ലാഖ് തഖീദിൽ പറയാനുള്ളത്. ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഒരു ജുംലയെ ഒരു അനുബന്ധങ്ങളുമില്ലാതെ ഒരു കൈതുകളുമില്ലാതെ പറയുക. അങ്ങനെ പറയേണ്ട സാഹചര്യങ്ങൾ വരാം ചിലപ്പോൾ. അതുപോലെ ചിലപ്പോൾ ഈ കൈതോട് കൂടിയും പറയേണ്ടി വരാം. അപ്പോൾ അത് കൈതുകളോട് പറയുന്നത് ആ കൈദിൻ്റെ പ്രയോജനങ്ങൾ ആ ജുംലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അപ്പം മഫ്ഊലുകൾ, നവാസിഖുകൾ, അതുപോലെ ഷർത്തുകൾ, നഫിയുടെ അക്ഷരങ്ങൾ, തവാബികൾ ഇതെല്ലാം കൊണ്ട് അത്ഫ് ഒരു ജുംലയെ കൊണ്ടുവരുന്നത് അത് അതിൻ്റെ പ്രയോജനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം കൂടെ ഒരു പേപ്പറിൽ വരച്ച് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതും ഇൻഷാ അല്ലാഹ് എല്ലാവരും നോക്കുക. അടുത്ത ഖസറിലേക്ക് കിടക്കാം.